ഇപ്പോൾ ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു സമയത്ത് മുഖം മറക്കാതിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതൊരു വസ്ത്രം ധരിച്ചു, ഇസ്ലാം പറയുന്നത് തന്നെ. പക്ഷേ ഇവരുടെ ഈ തീവ്രമായ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് കണ്ട് അത് കാരണമായിട്ടാണ് ഈ പ്രചരണങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൗഷാദ് മീഡിയ വണ്ണിനെ കിട്ടിയപ്പോൾ മീഡിയ വണ്ണിനോട് യോജിച്ചതായ കാര്യങ്ങളോട് പറയാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ അത് ഇസ്ലാമിന് വിരുദ്ധമായ വാക്കുകളായിപ്പോയി. മുഖം മറക്കുക, കൈ മറക്കുക, കാല് മറക്കുക, പെണ്ണ്, ഇതൊരു തീവ്രതയാണ്, താലിബാനിസാണ്, ഇതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നാണ് നമ്മളെ നൗഷാദ് പറഞ്ഞു കൊണ്ടുവരുന്നത്. മുഖം മറക്കണ്ടെന്ന് എൻ്റെ സഹോദരിമാർ മുസ്ലിമീങ്ങൾ കേട്ടോക്കി. ഇവനെ നമ്മൾ ഏതിലാണ് കൂട്ടുക ഈ നൗഷാദിനെ? എന്നിട്ട് അവൻ പറയാം മുഖം മറക്കേണ്ടതില്ല, കൈ മറക്കേണ്ടതില്ല, കാലൊന്നും മറക്കേണ്ടതില്ല, ഇതൊരു താലിബാനിസാണ്. എന്നാൽ ഇവൻ്റെ ത്വരീക്കത്തിൻ്റെ ഇവൻ്റെ ഖലീഫമാരിൽപ്പെട്ട ഒരു ചങ്ങായി പറയുന്നുണ്ട് അങ്ങനെ മറക്കണം, ഇങ്ങനെ മറക്കണം, ആന മറക്കണം, ചേന മറക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു വേദമുണ്ട്. അതും ഒന്ന് കേട്ട് നോക്കുക നമുക്ക്. മറ്റേ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കയറി നോക്കുക. ഈ മഹത്തായ മജ്‌ലിസിലെ ഇൽമു കേൾക്കാൻ വരുന്ന സഹോദരിമാരെ, തങ്ങളുടെ ദുആഇന് ആമീൻ പറയാൻ വരുന്ന ഉമ്മമാരെ, സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മദീനയിൽ കിടന്നുകൊണ്ട് റസൂലുള്ള ഈ സദസ്സ് കാണുമ്പോ റസൂലുള്ളാടെ മനസ്സ് വേദനിക്കാതിരിക്കണോ? നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ. അങ്ങ് മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ മനസ്സ് വേദനിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ ഈ പരിപാടിക്ക് വന്നുകൂടാ എന്ന് കുഞ്ഞഹമ്മദാ പറയുന്നത്. കുഞ്ഞഹമ്മദ് പറയാണ്. അപ്പോൾ സ്വലാത്ത് മജ്‌ലിസിന് വരണമെങ്കിൽ, അതല്ലെങ്കിൽ നല്ല മജ്‌ലിസുകളിലേക്കൊക്കെ വരുമ്പോൾ അത്രയും കർക്കശമായിക്കൊണ്ട് ഔറത്തൊക്കെ മറച്ചിട്ടല്ലാതെ നിങ്ങൾ പുറപ്പെടാൻ പാടില്ല. കേട്ടോളി, ബാക്കി അത് ഇവിടേക്കെന്ന് മാത്രമല്ല, നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ, അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ, കല്യാണ വീട്ടിലേക്കാകട്ടെ, അതേ സൽക്കാരത്തിനാകട്ടെ, ആ ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്കാവട്ടെ, ഏത് വിഷയത്തിന് വീട് വിട്ടുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങുന്നുണ്ടോ, ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒരൊറ്റ പെണ്ണും പുറത്തിറങ്ങിക്കൂടാ. മുഖം മറക്കാതെ, കൈമറക്കാതെ, തലമറക്കാതെ, മറുമറക്കാതെ, ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ റസൂലുള്ളത് പൊരുത്തപ്പെടൂല. ഇതെന്റെ ഉമ്മമാര് ചിന്തിക്കണേ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, റസൂലുള്ളയായിരിക്കണം നമ്മുടെ ഡ്രസ് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്. എന്തോ ഒരു മനോഹരമായ വേളയിലെ ഈ ചങ്ങായി പറയണത്. പേരോട് ഉസ്താദിൻ്റെ വേള കട്ടുകാണ്ടാണ് പറയണത്. പേരോട് ഉസ്താദ് പറയുന്ന ശൈലിയിൽ ഇങ്ങനെ പറയണേ. എന്നാലും നല്ല മനോഹരമായ രൂപത്തിൽ ഒരു മുഖം മറക്കാതെ, കൈ മറക്കാതെ, കാല് മറക്കാതെ, മുടി മറക്കാതെ, ശരീരത്തിൻ്റെ ഒരു ഭാഗം, ഒരു തെല്ലുപോലും നിങ്ങൾ പുറത്തോട്ട് കാണിക്കാൻ പാടില്ല. അത് ഒരു തെല്ലുപോലും നിങ്ങൾ പുറത്തോട്ട് കാണിക്കാൻ പാടില്ല. അത് നമ്മളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ല. അത് നിങ്ങൾ ചെയ്തു പോകരുതേ എന്ന് കുഞ്ഞഹമ്മദ് പ്രസംഗിക്കുക. കുഞ്ഞഹമ്മദ് നമ്മളെ കുരുവട്ടൂരികളുടെ ഏറ്റവും വലിയ പ്രഭാഷകനാണ്. കുഞ്ഞഹമ്മദ് പ്രസംഗിക്കുക. നൗഷു ഞതിനെ പറ്റിയിട്ട് എന്താ പറയണത്? പഴയ കാലത്തെ പണ്ഡിത പ്രഭുക്കൾ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന കൃത്യമായ വിവരണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തുഹ്ഫയുടെ ഇബാറത്ത് മഹാനരായ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഭാഷ ഒറ്റ വരി ഞാൻ വായിക്കുന്നു. ഇമാം നബവിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അൻ ഇയാദ് തങ്ങളിൽ നിന്ന് അൽ ഇജ്മാഇനെ, ഏകാഭിപ്രായത്തെ, അലാ അന്നഹു ലാ യൽസമുഹാ ഫീ ത്വരീഖിഹാ സത്റു വജ്ഹിഹാ, സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ കുലപതിയായ ഇബ്നു ഹജറാണ് തുഹ്ഫയിൽ എഴുതി വെച്ചത്.
ഇജ്മാ ഉണ്ടെന്നാ പറഞ്ഞത്. വഇന്നമാ ഹുവ സുന്ന, അത് സുന്നത്താണ്. ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവർക്കതിന് പുണ്യമുണ്ട്, ധരിക്കാം. പക്ഷേ ഒരു പെണ്ണ് ധരിക്കാതെ നടന്നാൽ അവളെ ക്രൂശിക്കാനോ അവർ ചെയ്തത് ശരീഅത്ത് വിരുദ്ധമാണെന്ന് പറയാനോ ഒരുത്തനും അധികാരമില്ല. എങ്ങനുണ്ട്? ഏയ്, മുഖം മറക്കാതെയും കൈ മറക്കാതെയും കാല് മറക്കാതെയും ഒരു പെണ്ണ് പരസ്യമായി റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യേണ്ടതില്ല, അത് പറയേണ്ടതില്ല. കാരണം എന്തേ? അതിന് അവർക്ക് അധികാരമുണ്ട്. എടോ, അവർക്ക് അതിന് മാത്രമൊന്നല്ലത് അധികാരമുള്ളത്. അവർക്കൊരു ഷെഡ്ഡി മാത്രം ഇട്ട് പോകാനുള്ള അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ വസ്ത്രം ഇട്ടുകാണ്ട് പോകാം. ഓർക്ക് ഒരു ഷെഡ്ഡിയോ അതല്ലെങ്കിൽ ബോഡിയൊക്കെ മാത്രം ഇട്ടുകാണ്ട് പോകാം. മാത്രമല്ല, ആണെങ്കിൽ മുന്നിൽ വീടിക്കുറ്റി വെച്ചാൽ മതി. അങ്ങനെ പോയിക്കോട്ടെ. എവിടുന്ന ചങ്ങായിച്ചൊക്കെ വണ്ടി ഏറിയത്? എൻ്റെ കാട്ടുകള്ളന് വേണ്ടിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ പല രൂപത്തിൽ എന്ത് ചെയ്യുക, പറയുക അല്ലേ? എനിക്ക് സംസാരിക്കാൻ വയ്ക്കുമെന്ന് കരുതി, എനിക്ക് ഒച്ചടാൻ വയ്ക്കുമെന്ന് കരുതി ആ സ്റ്റേജിലിരിക്കുന്ന പാവപ്പെട്ട ആ തന്ത മൂല്യരാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. പടച്ച റബ്ബേ, എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ ഇവരൊപ്പം കൂടി പേച്ചു പോയ റബ്ബേ. അയാൾ അല്ലെങ്കിൽ തന്നെ പേച്ചു കൊണ്ടപ്പോൾ അതിൻ്റെ കൂടുതൽ ഇത് പറഞ്ഞപ്പോൾ അതിലേറെ പേച്ചു. അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കണ ഒരു രംഗണ്ട്. വിഷയം പറഞ്ഞപ്പോൾ റബ്ബുൽ-ആലമീനായ തമ്പുരാനെ, എന്താ ഞാൻ ഈ കേൾക്കണത്? കാരണം അയാൾ അന്ന് പണ്ടേ കേൾക്കലെടുത്തിയ ആ വിവരം ഇജൻ്റെ കാട്ടുകള്ളന് വേണ്ടിക്കൊണ്ട് മാറ്റിമറിച്ചപ്പോൾ അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്താണ് നിങ്ങളൊക്കെ ഈ പറഞ്ഞുകൊണ്ട് നടക്കണത്? നൗഷാദേ, ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കളിക്കണ കേട്ടോ. അള്ളാഹു വിടൂല. സുബ്ഹാന ജല്ല ജലാലു. ഇവരീ കാട്ടിക്കൂട്ടണത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. നാടന്മാരായ ആളുകൾ ഈ ത്വരീക്കത്തിൻ്റെ ആളുകളോടൊപ്പമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരാജയപ്പെടുന്നതിൻ്റെ മുമ്പ് രക്ഷപ്പെട്ട കേട്ടോ. നമ്മളുടെ മുഴുവൻ ആളുകളെയും ഇവർ വിറ്റൊഴിക്കും. ഇവർക്ക് കാശാണ് പ്രശ്നം, ഇവർക്ക് ഇവരുടെ ഷെയ്ഖാണ് പ്രശ്നം, മതമല്ല പ്രശ്നമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ നാറിയ പ്രവർത്തനങ്ങളെ അടക്കിയിട്ടേ ഒടുങ്ങൂ. അതിൻ്റെ വേണ്ടയൊക്കെ ആരാ നാറിയ പ്രവർത്തനം ചെയ്യണത്? നിങ്ങളല്ലാതെ ആരാ ഈ നാറിയ പ്രവർത്തനം ചെയ്തുകൊണ്ട് നടക്കുന്നത്? അത് അടക്കിയിട്ടേ ഒതുങ്ങൂന്ന്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം അടക്കി നിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂല, അത് ഉറപ്പാ. അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഞങ്ങളടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് മാത്രമൊന്നല്ല, നിയമപാലകരും പോലീസുകാരും. എടാ, ഈ നൗഷാദ് ചെയ്ത ഇത്തരം തമ്മാടിത്തരം ഇതും ഞങ്ങൾ ആരെങ്കിലും ചെയ്തിരിക്കണടാ. ഈ നൗഷാദ് ആ ഒരു പ്രവർത്തകനായ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആ കണ്ണൂർ ജില്ലയിലെ വിസ്മയ പാർക്കിൽ പോയപ്പോൾ കുളിക്കണത് വരെ ഒപ്പിയെടുത്തില്ലടാ. കുളിക്കണത് വരെ വീഡിയോ ആക്കിയാണ്ടല്ലേ കൊടുന്നുകാണ്ടോ ഇവിടെ വിറ്റ് വെച്ചിരുന്നത്. ഓൻ കായുണ്ടാക്കിയത് അങ്ങനല്ലേനോ? ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ശരിക്കും ഫോട്ടോ എടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുളിമുറിയിലോ അതല്ലെങ്കിൽ ബാത്റൂമിലോ ഒളിക്യാമറ കൊണ്ടുവച്ച് കണ്ടല്ല, പരസ്യമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പരസ്യമായിട്ട് ഞങ്ങൾ ചിലപ്പോൾ അവിടുത്തെ വേറെന്തെങ്കിലും എടുക്കും. ആ എടുക്കണീലോ ഓല് പെടും. പെണ്ണിന് നമ്മൾ കുറ്റക്കാരൊന്നുമല്ല. അപ്പോൾ പെട്ടുമ്പോൾ പിന്നെ ചിലപ്പോൾ വേറുള്ളവരെ കയ്യിൽ കിട്ടുമ്പോൾ അതായിരിക്കും ചോദ്യം ചെയ്യുക. അങ്ങനെ ഉണ്ടാവും. ഇതെന്ത് എൻ്റെ മാതിരി ഇതൊക്കെ തമ്മാടിത്തര ഏറ്റവും വലിയത് ഈ രൂപത്തിലൊക്കെ കാട്ടിക്കൂട്ടി കൊണ്ട് നടന്നീനെ നിങ്ങളായിരുന്നു. നിങ്ങളല്ലേ വലിയ ഡയലോഗ് പറഞ്ഞത്. ഇതാ ചൊവ്വാൽ വരാനിരിക്കുന്നു, അരാക്കിൻ്റെ വീഡിയോ വരാനുണ്ട്, അരാക്കിൻ്റെ ഫോട്ടോ വരാനുണ്ട്, അങ്ങനെ വരാണ്ട് ഇങ്ങനെ വരാനുണ്ട്, ആന വരാണ്ട് തോട്ടി വരാണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് പറഞ്ഞില്ലേ. ഇപ്പം എന്തേ ഡയലോഗൊക്കെ നിന്നോ? ഇപ്പോൾ ഫോട്ടോകളാണ് വന്നപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വെച്ച, ഞങ്ങളെ ഷെയ്ഖിന് പുറത്തിറങ്ങാൻ വെച്ച, കുട്ടിയാൾക്ക് പുറത്തിറങ്ങാൻ വെച്ച, ഷെയ്ഖിൻ്റെ ഭാര്യയ്ക്ക് പുറത്തിറങ്ങാൻ വെച്ച. എന്തോ ഒരു കാക്കത്തൂബേടോ.
നിങ്ങൾക്ക് പോയി പണിയൊക്കെ കൂടെ കൈമാരെ. വ്യതിയാനങ്ങൾ, ഈ സലഫി ചിന്താധാരയോടുള്ളവരുടെ അടുപ്പം, അതിനെ ഞങ്ങൾ ആദർശപരമായി നേരിടുന്നുണ്ട്. എന്ത് വിഷയത്തിലാണ് മൊയ്തേജ് ആദർശപരമായി കൊണ്ട് നേരിടുന്നത്? എൻ്റെ തുള്ളി തോന്നിയതോ? അതാൻ്റെ ആദർശം. തൃശ്ശൂർ സമ്മേളനത്തിൽ ഇവരുടെ ഒരു നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഉൽ ഫുസാക്കിലെ ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. സുലൈമാന്റെ ശൈലിയിൽ ഇന്നിപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാസ്പത്രിയിൽ കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുമെന്ന്. ഇത് കേട്ടില്ല നിങ്ങൾ? ഈ ചേറ്റ പറയണേ, ഈ കാര്യം ചേറ്റ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? എന്നിട്ട് ഓന എന്നിട്ട് പറയണത് ആദർശപരമായി കൊണ്ട് ഞങ്ങൾ നേരിടുന്നുണ്ട്, ആദർശപരമായി കൊണ്ട് നിങ്ങൾ നേരിടുന്നുണ്ട്. ഇതാൻ്റെ ആദർശം. അതേസമയം അതിനെ അതേ രൂപത്തിൽ അവർക്ക് ആരോഗ്യപരമായി ഞങ്ങളെ വിമർശിക്കാം. ഇതേമാതിരി പറയുകയാണെങ്കിൽ അത്ര കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി അനക്കന്നെ ഉള്ളൂ. അനക്കും എൻ്റെ സമദിനും എൻ്റെ നൗഷാദിനും തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യരുത്, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുക. ഈ ഒരു 10 വയസ്സായ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ കുട്ടിയുടെ ചെറിയ കുട്ടികളുടെ ഫോട്ടോ എടുക്കുക, എന്നിട്ടത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് ലൈംഗിക ചൊവ്വ ഉണ്ടാകുന്ന രൂപത്തിലുള്ള കമൻറ്റുകൾ ഇടുക. ആടാ എവിടെയാടാ 10 വയസ്സായ കുട്ടിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ലൈംഗിക ചൊവ്വയുള്ള കമൻറ്റുകൾ ഇട്ടത്? ഒരു തുടിയിലൊന്ന് പറയേ, കാട്ടിക്കൊണ്ടാ. ഇതൊക്കെ ഈ രൂപത്തിൽ പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇനിയല്ലേ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുക? നിങ്ങളുടെ ഈ പത്രസമ്മേളനം കൊണ്ടല്ലേ ആ കുട്ടിക്ക് ഇനി സ്കൂൾക്കും മദ്രസക്കും പോകാൻ പറ്റാതെ വരിക? ആൾക്കാർ പറയും അങ്ങനല്ലേ? ആൾക്കാർ ആ കുട്ടീൻ്റെ ചങ്ങാഴ്ചകൾ പറയും ഇനിയല്ലേ? സ്റ്റിക്കർ വർക്ക് നടത്തുക, എന്നിട്ട് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോൾ ദുബൈയിൽ കുട്ടിൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് നമ്മളിതുവരെ ആരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഗുരുവരുടെ കുട്ടി, അവർ ഫാമിലി സഹിതം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, കാരണം കുട്ടികൾ പരസ്പരം പരിഹസിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി കുഞ്ഞേമേ, എൻ്റെ ഈ പത്രസമ്മേളനം കൊണ്ട്, എൻ്റെ ഈ ചാനലുകാരോടുള്ള ഈ വർത്തമാനം കൊണ്ട് ആ കുട്ടിക്ക് തീരെ പോകാൻ പറ്റാതിരിക്കുക. ആ കുട്ടിയോട് ഇനിയാ ചോദിക്കുക എല്ലാവരും, ആ കുട്ടീൻ്റെ ചങ്ങാഴ്ചകൾ തന്നെ പറ്റിയാ പറയുന്നടിന്ന് കുട്ടികളോട് ഇനി ചോദിക്കുക. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയും കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി വരുന്നില്ല. പിന്നെ കൗൺസിലിംഗ് നടത്തിയതിന് ശേഷമാണ് കുട്ടിയെ നമ്മൾ വിടുന്നത്. AP വിഭാഗത്തിൽ നിന്ന് വിട്ടുപോയതിന്റെ പേരിലും AP വിഭാഗത്തിൽപ്പെട്ടവരെ വിമർശിച്ചതുമാണ്. അജ്ജി അങ്ങനൊന്നും പറയല്ലടാ. കൗൺസിലിംഗ് നടത്തിയിട്ടാണ് പിന്നെ കുട്ടീനെ പറഞ്ഞേക്കാൻ പറ്റണമെന്നൊന്നും പറയല്ലടാ. അപ്പോൾ ഷെയ്ഖ് പരാജയപ്പെടൂലേ? ഷെയ്ഖ് എന്താടാ, ഷെയ്ഖിൻ്റെ കയ്യിലല്ലേ ലോകം കിടക്കണത്, ഷെയ്ഖല്ലേ നിയന്ത്രിക്കണത്. ഇനി എന്തിനാണ് കൗൺസിലിങ്? എന്താ കുഞ്ഞാമജ്ജി പറയണത്? അവിടെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഷെയ്ഖല്ലേ എന്താണ് കുത്തുബുൽ ആലമല്ലേ?